വിശ്വാസികളെ, പരിശുദ്ധനായ ലൂക്കോസ് ഏവങ്കലിസ്റ്റ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ശബ്ബത്ത് ദിനത്തിൽ ഒരു കൂനിയായ സ്ത്രീയെ സൗഖ്യമാക്കിയ അത്ഭുതമാണ് കാണാൻ സാധിക്കുന്നത്. 18 വർഷം അവൾ രോഗബാധിതയായി കഷ്ടപ്പെട്ടു. അവൾ നേരെ നിൽക്കുവാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു. എന്നാൽ ക്രിസ്തു അവളെ വിളിച്ചു, കൈവച്ചു. അവൾ ഉടൻ സൗഖ്യമായി. ഈ സംഭവത്തിലൂടെ ക്രിസ്തുവിൻ്റെ കരുണയും ദൈവരാജ്യത്തിൻ്റെ സത്യവും വെളിപ്പെടുന്നു. ഈ വചനഭാഗം നമ്മെ 3 പ്രധാന ആത്മീയ പാഠങ്ങളാണ് പഠിപ്പിക്കുന്നത്. 1. ക്രിസ്തുവിൻ്റെ കരുണ. 18 വർഷമായി കഷ്ടപ്പെടുന്ന സ്ത്രീയെ യേശു കണ്ടു. അവൾ അവനോട് അപേക്ഷിച്ചതായി വചനത്തിൽ പറയുന്നില്ല. എങ്കിലും യേശു തന്നെയാണ് അവളെ വിളിക്കുന്നത്. അവൻ പറയുന്നു, സ്ത്രീയെ, നിൻ്റെ രോഗത്തിൽ നിന്ന് നീ മോചിതയായിരിക്കുന്നു. ഇത് ക്രിസ്തുവിൻ്റെ കരുണയാണ് കാണിക്കുന്നത്. ദൈവം നമ്മുടെ കഷ്ടപ്പാടുകൾ കാണുന്നു. അവൻ നമ്മെ മറക്കുന്നില്ല. പരിശുദ്ധ സഭാപിതാവായ അലക്സാണ്ട്രിയയിലെ സെൻറ്റ് സിറിൽ പറയുന്നത്, ക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങൾ ദൈവത്തിൻ്റെ കരുണയുടെ ദൃശ്യ രൂപമാണ് എന്നാണ്. രണ്ടാമത്തെ ചിന്ത എന്നുള്ളത് നിയമത്തിൻ്റെ ആത്മാവ് എന്നുള്ളതാണ്. ഈ അത്ഭുതം നടക്കുന്നത് ശബ്ബത്ത് ദിവസത്തിലാണ്. അത് കണ്ട സിനഗോഗ് അധികാരി കോപിച്ചു. അവൻ ഇപ്രകാരം പറഞ്ഞു, ജോലി ചെയ്യുവാനുള്ള 6 ദിവസമുണ്ട്, ആ ദിവസങ്ങളിൽ വരിക. അവൻ നിയമത്തിൻ്റെ അർത്ഥം തെറ്റായാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ യേശുതമ്പുരാൻ മറുപടി പറയുന്നു, നിങ്ങൾ ഓരോരുത്തരും ശബ്ബത്ത് ദിവസം കാളയെയോ കഴുതയെയോ അഴിച്ച് വെള്ളം കുടിപ്പിക്കാൻ കൊണ്ടുപോകുന്നില്ലയോ എന്ന്. അതിനാൽ ദൈവത്തിൻ്റെ നിയമം മനുഷ്യനെ സഹായിക്കാനാണ്, മനുഷ്യനെ പീഡിപ്പിക്കുവാനല്ല എന്ന് ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സെൻറ്റ് ജോൺ ദ ക്രിസോസ്റ്റം പറയുന്നുണ്ട്, നിയമത്തിൻ്റെ ലക്ഷ്യം മനുഷ്യനെ രക്ഷിക്കലാണ്. കരുണയില്ലാത്ത നിയമം ദൈവത്തിൻ്റെ ഇഷ്ടമല്ല എന്ന്. 3-ാമത്തെ ചിന്ത എന്നുള്ളത് ആത്മീയ ബന്ധങ്ങളിൽ നിന്ന് മോചനം എന്നുള്ളതാണ്. ഈ സ്ത്രീ 18 വർഷമായി കുനിഞ്ഞ് ജീവിക്കുന്നു. ക്രിസ്തു അവളെ നേരെ നിർത്തി. ഇതൊരു ശാരീരിക സൗഖ്യം മാത്രമല്ല, ആത്മീയ പ്രതീകവും കൂടിയാണ്. പാപവും ദുഃഖവും മനുഷ്യനെ താഴേക്ക് കുനിക്കുന്നു. ക്രിസ്തുവിൻ്റെ കൃപ മനുഷ്യനെ വീണ്ടും ഉയർത്തുന്നു. പരിശുദ്ധനായ എഫ്രേം ദ സിറിയൻ പറയുന്നുണ്ട്, ക്രിസ്തു മനുഷ്യനെ പാപത്തിൻ്റെ അടിമത്തിൽ നിന്ന് ഉയർത്തി നിർത്തുകയാണ് രക്ഷ എന്നുള്ളത്. പ്രിയമുള്ളവരെ, 3 ആത്മീയ ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. 1. ക്രിസ്തു കരുണയുള്ള രക്ഷകനാണ്. 2. ദൈവത്തിൻ്റെ നിയമത്തിൻ്റെ ഹൃദയം കരുണയാണ്. 3. ക്രിസ്തു മനുഷ്യനെ ആത്മീയ ബന്ധങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നു. കർത്താവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, 18 വർഷം കുനിഞ്ഞിരുന്ന സ്ത്രീയെ ക്രിസ്തു നേരെ നിർത്തിയതുപോലെ നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളും പാപങ്ങളും നമ്മെ താഴേക്ക് വലിച്ചിഴയ്ക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ കൃപ നമ്മെ ഉയർത്തും എന്നുള്ള യാതൊരു സംശയവുമില്ല. നമ്മളും കരുണയും സ്നേഹവും നിറഞ്ഞ് ജീവിതം നയിക്കുവാൻ സംഗതിയായി തീരട്ടെ. അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ എന്നും എന്നേക്കും വെളിവാകും എന്നുള്ള യാതൊരു സംശയവുമില്ല. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.